അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപ്പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്ത് ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. അപ്പം അത് എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും നേരെ ഏതാണോ ശരിയായത് അതിന് നേരെയാണ് എഴുതാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വായിച്ചു നോക്കാം. ഫാത്തിഹക്ക് ശേഷം പറയണം. അവിടെ എന്താണ് പറയേണ്ടത്? അത് ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണോ അതിനോട് യോജിച്ചത് അതവിടെ എഴുതി കൊടുക്കുക. ആദ്യം നമുക്ക് ആ ഒരു ബോക്സിലുള്ളത് വായിച്ചു നോക്കാം. ഖിബ്ല 5 ആകുന്നു. ആമീൻ. നിൽക്കാൻ കഴിയാത്തവർക്ക് കൽപ്പിക്കണം. അപ്പോൾ ഒന്നാമത്തത് ഫാത്തിഹക്ക് ശേഷം പറയണം. എന്താണ് നമ്മൾ പറയാറ്? ആമീൻ. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത് നിസ്കാരം ഇരുന്നും ചെയ്യാം. ആർക്കാണ്? നിൽക്കാൻ കഴിയാത്തവർക്ക്. അപ്പോൾ അവിടെ നിൽക്കാൻ കഴിയാത്തവർക്ക് എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, മക്കയിലുള്ള കഅബയാണ് നമ്മുടെ ഖിബ്ല. അവിടെ ഖിബ്ല എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5 ആകുന്നു. അപ്പം 5 ആകുന്നു എന്നുള്ളത് ആ ബോക്സിൽ നിന്നും എഴുതി കൊടുക്കുക. അഞ്ചാമത്തെ ചോദ്യം, 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ എന്താണ് അവിടെ വേണ്ടത്? കൽപ്പിക്കണം എന്നാണ്. അപ്പം കൽപ്പിക്കണം എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ഭാഗമാണ് ശരിക്ക് ശരി നൽകാം. അപ്പോൾ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചതായ 2 ഉത്തരങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏതാണോ ശരിയായിട്ടുള്ള ഉത്തരം അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, വഅഫിനി ഫീമൻ ഹാഫൈത ആഫൈത. അപ്പോൾ ഏതാണോ ശരി? ആഫൈത എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദംതു മാ ഖദ്ദംതു. ഏതാണ്? ഏത് ഖാഫാണ്? അല്ലേ? പുള്ളിയുള്ള ഖാഫാണ്. അപ്പോൾ അതിന് നേരെ മാ ഖദ്ദംതു എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം, 7 അവയവങ്ങൾ നിലത്ത് വെച്ചാണ് റുക്കൂ ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്? 7 അവയവങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഏതാണ്? ഈ 2 പറഞ്ഞതിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സുജൂദ് ചെയ്യുന്നത് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, ഫാത്തിഹയുടെ മുമ്പ് ആമീൻ പറയണം, അഊദു ഓതണം. ഏതാണ് ശരി? അഊദു ഓതണം എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓരോ സൂറത്ത് ഓതുന്നു, 3 സൂറത്ത് ഓതുന്നു. ആദ്യത്തെ 2 റക്അത്തുകളിലാണ് എന്ത് ചെയ്യാറ്? ഓരോ സൂറത്ത് വീതം ഓതാറ്. അപ്പം ഓരോ സൂറത്ത് ഓതുന്നു എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 6ാമത്തെ ചോദ്യമാണ്, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും നിർബന്ധമാണ് എന്നാണ് ഇവിടെ കൊടുത്തത്. സുന്നത്താണ് എന്നും. അപ്പോൾ ഏതാണ് ശരി? നിർബന്ധമാണ് എന്നുള്ളതാണോ അല്ലെങ്കിൽ സുന്നത്താണ് എന്നുള്ളതാണോ? സുന്നത്താണ് എന്നുള്ളതാണ് ശരി. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പും ബാങ്കും ഇഖാമത്തും സുന്നത്താണ് എന്നാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ആ 5ഉം എന്തല്ല? പൂർത്തിയാക്കിയിട്ടല്ല എഴുതിയത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം, റബ്ബി അഗ്ഫിർ വർഹം വ അൻത ഡാഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? അർഹം മുറാഹിമീൻ എന്നാണ്. അപ്പോൾ റബ്ബി അഗ്ഫിർ വർഹം വ അൻത അർഹം മുറാഹിമീൻ. ഇനി രണ്ടാമത്തത്, വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി വമിൻ ഫിത്നത്തി ഡാഷ്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? അൽ മസീഹി ദജ്ജാൽ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന് ഡാഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? 3 പ്രാവശ്യം ചൊല്ലുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഭാഗം, നാലാമത്തെ ചോദ്യമാണ്, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ബാങ്ക്
സുന്നത്തില്ല അല്ലേ. അപ്പൊ അവിടെ എഴുതി കൊടുക്കാനുള്ളത് സുന്നത്തില്ല എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, നിസ്കാരത്തിലെ നിയ്യത്ത് ളുഹറാണെങ്കിൽ ഉസല്ലി ഫർള ളുഹരി. അപ്പൊ അവിടെ ഫർള ളുഹരി എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. നിസ്കാരത്തിലെ ളുഹറിന്റെ നിയ്യത്താണ് ഏത്? ഉസല്ലി ഫർള ളുഹരി എന്നുള്ളത്. ഇനി അടുത്തത് നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതിന് ശരിയായിട്ടുള്ള ഉത്തരം എഴുതി കൊടുക്കുക. ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ്. അപ്പം ശ്രദ്ധയോടെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, റുക്കൂയിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉയരേണ്ടത്? അപ്പൊ നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ എന്തോ ഒന്ന് പറഞ്ഞിട്ടാണ് റുക്കൂയിൽ നിന്നും നമ്മൾ ഉയരല്. അപ്പൊ എന്തു പറഞ്ഞിട്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം സമി അല്ലാഹു ലിമൻ ഹമിദ. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? റുക്കൂയിൽ നിന്നും ഉയരാറ് അല്ലെ. ഇനി രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിലെ സലാമിന്റെ വചനം എന്താണ്? അപ്പൊ നമ്മൾ സലാം വീട്ടലോട് കൂടിയാണ് എന്താക്കല്? നിസ്കാരം അവസാനിക്കാറ് അല്ലെ. അപ്പം ഈ നിസ്കാരത്തിൽ സലാമിന്റെ വചനം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ളതാണ് നിസ്കാരത്തിൽ സലാമിന്റെ വചനമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? എപ്പോഴാണ് നിസ്കാരത്തിൽ ഒരു റക്അത്ത് പൂർത്തിയാകുന്നത്? രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോട് കൂടി. അപ്പൊ നമ്മൾ ഒരു സുജൂദ് കഴിഞ്ഞു, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ആ രണ്ടാമത്തെ സുജൂദിൽ നിന്നും ഉയരലോട് കൂടെ എന്ത് ആവും? ഒരു റക്അത്ത് പൂർത്തിയാകും. അപ്പൊ ഉത്തരം രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോട് കൂടി. ഇനി നാലാമത്തെ ചോദ്യം, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ഇനി അവസാനത്തെ ഭാഗമാണ്, 5ാമത്തെ ഭാഗം, പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, പള്ളികളിൽ കാണുന്ന ഡേഷ് ഖിബിലക്ക് നേരെയാകുന്നു. അപ്പൊ നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? മിഹ്റാബ് എന്നുള്ളതാണ്. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ പള്ളികളിൽ കാണുന്ന മിഹ്റാബ് ഖിബിലക്ക് നേരെയാകുന്നു എന്നാണ്. രണ്ടാമത്തത്, വുളൂഇൽ ചെവി രണ്ടും ഡേഷ് തവണ തടവണം. എത്രയാണ്? അപ്പൊ അവിടെ ഒന്നിച്ച് 3 എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. കൂട്ടി വായിക്കുമ്പോൾ വുളൂഇൽ ചെവി രണ്ടും ഒന്നിച്ച് 3 തവണ തടവണം. ഇനി മൂന്നാമത്തത്, വുളൂ ചെയ്യുന്ന വെള്ളം ഡേഷ് എന്താണ്? തഹൂറായിരിക്കണം. അപ്പൊ അവിടെ തഹൂറായിരിക്കണം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അവസാനത്തെ ചോദ്യമാണ് 4ാമത്തത്, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ഡേഷ് നീങ്ങാം. അപ്പൊ അവിടെ ബോധം എന്നുള്ളതാണ്. അപ്പൊ ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ബോധം നീങ്ങാം എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.